ഹലോ യൂട്യൂബ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വാൽപ്പാറയിലേക്കാണ്. വാൽപ്പാറ വഴിക്ക് കൊല്ലങ്കോട്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാലക്കാട് കൊല്ലങ്കോടേക്കാണ് നമ്മൾ പോകുന്നത്. 3 ദിവസത്തെ ട്രിപ്പാണ്. ഇത് വരില്ല, ഇത് ഇവിടെ കണക്റ്റഡ്, അതുകൊണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഓക്കെ, സംതിങ് ഹാപ്പൻഡ്. അപ്പോൾ വഴി നോക്കാനായിട്ട് തിരിഞ്ഞതാണ്. ഇന്ന് വാൽപ്പാറ സ്റ്റേ, അത് കഴിഞ്ഞ് നാളെ എവിടെയായിരുന്നു? നാളെ പാലക്കാട് കൊല്ലങ്കോട്. അപ്പോൾ ഇതാണ് പ്ലാൻ. എന്തിനും മറ്റന്നാൾ നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഇതിപ്പോൾ കാലടിക്ക് മുന്നേ കീഴില്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നമ്മൾ ടേൺ അടിച്ചായിരുന്നു. റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് മലയാറ്റൂർ വഴിക്കാണ് ഞങ്ങൾ ആതിരപ്പള്ളി കയറുന്നത്. പുത്തൻ വണ്ടി, പഴയ ബാഗ്, പുത്തൻ ഗാഡ്ജറ്റ്. ഇൻസാ 360 X3 ആണ്. പിന്നെ ദുബായിന്ന്, അങ്ങ് ദുബായിന്ന് വരുത്തിയതാ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അനന്തു കുന്നത്താണ് എനിക്കിത് മേടിക്കാൻ സഹായിച്ചത്. അപ്പോൾ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ച നമ്മുടെ സാധാരണ പേര് പറയാം, നമ്മുടെ വിവേകുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് കാട്ടിനകത്തൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. സെറ്റ് റൈഡാണ്. ഫുൾ കാട്, ഫുൾ തണുപ്പ്, റേഞ്ചും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് അവിടെ ഒന്ന് വണ്ടി ഓടിച്ചാൽ മതി. ഇപ്പം അത് മാത്രമേ ഫീലിങ്ങുള്ളൂ. ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിക്കുക, വണ്ടി ഓടിക്കാൻ പറ്റുന്നിടത്തോളം ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. ഈ ഗോപ്രോ അല്ല ഇൻസ്റ്റ അങ്ങറ്റം വരെ പോവും ചിലപ്പം. ഈ സ്ഥലത്ത് പോയവർക്ക് ഈ വഴിയൊന്നും അത്ര അപരിചിതമായിട്ട് തോന്നില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പോകുന്നുണ്ട്. എനിക്കതിൻ്റെ ഒരു എക്സൈറ്റേഷൻ ഉണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോറസ്റ്റിനകത്തൂടെ ഉള്ള ഒരു റൈഡ്, അല്ലെങ്കിൽ ഒരു ഹൈക്കിങ്, അല്ലെങ്കിൽ ട്രക്കിങ്, ഫോറസ്റ്റിനകത്തൂടെ ഉള്ള എന്ത് കാര്യവും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനെ മാൻ. സെറ്റ് മാനാണല്ലോ. ആദ്യമായിട്ടാണ് മാനിനെ നേരിട്ട് കാണുക കേട്ടോ. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് സ്റ്റണ്ണിങ്. മാൻ എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ ആദ്യമായിട്ടാണ് ഒന്നിനെ ഇത്രയും വലുത്. നമുക്ക് സൂവിലൊക്കെ പോയി കാണാം, പക്ഷേ ഇത്ര ഓപ്പണായിട്ടും അത് ഇത്രയും വലുതായിട്ടുള്ളൊരു മാനിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഐ ആം സോ ഗ്ലാഡ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന റൈഡേഴ്സ്, നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ മഴ സീസൺ വരുമ്പോൾ, അതായത് നിങ്ങൾ മഴയത്ത് റൈഡ് ചെയ്യാണ് എന്നിരിക്കട്ടെ, നിങ്ങൾ മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ദി എക്സ്റ്റേണൽ മൈക്ക്? ഇപ്പോൾ എൻ്റെ കേസ് പറഞ്ഞാൽ, എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്, ഞാനൊരു എക്സ്റ്റേണൽ മൈക്ക് അഡാപ്റ്റർ വെച്ചിട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ, ഹായ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ മഴ എങ്ങാനും പെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണൽ സാധനങ്ങളെല്ലാം ഊരി വയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഗോപ്രോയുടെ ബോർഡിൽ ചിലപ്പോൾ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മുടെ സ്പിൽട്ടേഴ്സ്
സ്പ്ലിറ്റേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഈ ഇയർ പ്ലഗ്സ് വെക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ അറിഞ്ഞൊരു സംഭവമാണ്, നേരത്തെ അറിയാമെന്നുള്ളൊരു സംഭവമാണ്. അതിനെ ട്രൈ ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ വേറെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാമോ എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വഴികളൊക്കെ പോകുമ്പോൾ വേറൊരു കാര്യം തോന്നുന്നത്, ഒരു എന്താ മേ ബി ഓവർ എക്സാജറേറ്റിങ് അല്ലെങ്കിൽ ഓവറായിട്ട് പറയുന്നതായിരിക്കാം. ഈ ഡുക്കാറ്റിയിലൊക്കെ ഉള്ളതുപോലെ ക്രൂയിസ് കൺട്രോൾ ഉണ്ടെങ്കിലെന്ന് തോന്നിപ്പോവും ഇങ്ങനെ പോവാൻ. അപ്പം നമ്മളിപ്പോൾ മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി കേട്ടോ, അല്ലേ? വാച്ചുമരം ഫോറസ്റ്റ് സ്റ്റേഷൻ, കൊല്ലാത്തിരുമേട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ഫോറസ്റ്റിലൊക്കെ റൈഡ് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹെൽമെറ്റിനകത്തൊക്കെ നമ്മൾ ചുട്ടു പഴുത്തിരിക്കുകയായിരിക്കും. ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്ക് നിങ്ങൾ ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒന്ന് തുറന്നിട്ട് നാച്ചുറലായിട്ടുള്ള എയർ നിങ്ങളൊന്ന് ബ്രീത്ത് ചെയ്ത് നോക്കൂ. ഇറ്റ്സ് റിയലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ, നേച്ചറിൻ്റെ തന്നെ നേച്ചുറലായിട്ടുള്ള ആ ഒരു ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സ്മെൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ദ സെൻസ് ഓഫ് സ്മെല്ലിങ് നിങ്ങൾക്ക് കിട്ടും. ഭയങ്കര ഒരു തണുപ്പമാണ്. മീൻസ് ദർ ഇസ് നോ എന്താ പറയുക ഡിഫറൻസിയേഷൻ ഇൻ സ്മെൽ ഓർ ലൈക്ക്, ഇപ്പോൾ എന്താ പറയുക, എന്തിൻ്റെ മണം എന്ന് നമുക്കറിയില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓർഡർലെസ് കൈൻഡ് ഓഫ് തിങ്, ബട്ട് ദർ ഇസ് സംതിങ്, അല്ലേ? നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. മാൻ, ഇത് ഏത് ഹൈഡൽ പ്രൊജക്റ്റ്? ഏതോ ഒരു ഡാമുണ്ട്. തൊട്ട് താഴെ തന്നെ KSCBയുടെ ഒരു ഹൈഡൽ പ്രൊജക്റ്റിലോട്ടുള്ള വഴിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റല്ലേ? 10. അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, പുതിയ ഡേ. ഇത് കണ്ടോ, ഈ ഒരു വ്യൂ കണ്ടോ? അതായത് ഈ റോഡിൻ്റെ ബോർഡറെല്ലാം ഇതേപോലത്തെ യെല്ലോയിഷ് ഗ്രീൻ കളറുള്ള തേയില ചെടികൾ കൊണ്ട് നിറച്ച് വച്ചൊക്കെയാണ്. ഇതിലെ കൂടെ ചാടി നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ.